MLA പ്രശാന്തിൻ്റെ ഓഫീസ് ശ്രീലേഖ ഇടപെട്ട് അടച്ചു പൂട്ടിച്ചു. അതിനു മുമ്പേ പ്രശാന്തിന് അവിടെ അടയ്ക്കാനുള്ള വാടക അടച്ചില്ല എന്ന് ശ്രീലേഖ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ശ്രീലേഖ ആ ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസിൽ തൻ്റെ കൗൺസിൽ ഓഫീസും തുറന്നു. അങ്ങനെ പ്രശാന്തിന് അവിടുന്ന് തൻ്റെ ഓഫീസ് മാറേണ്ട ഗതികേടായി. ഇത് മറ്റു പലർക്കും നികുതി കുടിച്ച് മനഃപൂർവ്വം വരുത്തി വച്ചിരിക്കുന്ന പലർക്കും ഒരു പാഠമായി. അവർ കൃത്യമായി ഇപ്പോൾ നികുതി അടയ്ക്കാൻ, വാടക കൊടുക്കാൻ നഗരസഭാ ഓഫീസിൽ ക്യൂ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോടികളുടെ കുടിശ്ശികയാണ് പല കൗൺസിലർമാരുടെ വാർഡുകളിൽ നിന്നും ഇപ്പോൾ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. നഗരസഭയ്ക്ക് നഗരത്തിൽ മുഴുവൻ കണ്ണായ പ്രദേശത്ത് സ്വന്തമായ കെട്ടിടങ്ങൾ, വസ്തുക്കൾ എല്ലാമുണ്ട്. ഇതിൻ്റെയൊക്കെ വാടക കൃത്യമായി ഒടുക്കുന്നുണ്ടോ എന്നറിയാൻ പുതിയ ഭരണസമിതി എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. നമ്മൾ 5 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നേമത്ത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് നേമത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശക്തനല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അതിശക്തനായ ശ്രീ K. മുരളീധരൻ വടകരയിൽ നിന്നും കച്ചകെട്ടി നേരെ തിരുവനന്തപുരത്തേക്ക് വന്നായിരുന്നു. അത് നമുക്ക് തന്നത് ഒരു തീരാ ദുരിതമായിരുന്നു. കാര്യം ദിവസവും ഈ K. മുരളീധരനെ പ്രാകാതെ മലയാളികൾക്ക് ഉണരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിൻ്റെ ലേബർ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തന്നത് ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടിയുടെ ട്രോളുകൾ കണ്ട് നമ്മളെ കണ്ണ് മഞ്ഞളിക്കുന്ന ഒരവസ്ഥയിലോട്ടെത്തി. ഈ ശിവൻകുട്ടി എന്നൊരു കഥാപാത്രത്തിന് തിരുവനന്തപുരത്തിന് സമ്മാനിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശ്രീ K. മുരളീധരൻ എന്ന അതിശക്തനായ കോൺഗ്രസ് നേതാവിനാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്തായാലും BJPയുടെ അക്കൗണ്ട് പൂട്ടിയില്ല, കുമ്മനത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി. പക്ഷേ BJP തിരുവനന്തപുരം ഈ നേമം മണ്ഡലം ഉൾപ്പെടെയുള്ള നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള കഴക്കൂട്ടം 3-4 മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു അക്കൗണ്ട് അല്ല തുറന്നത്, ഒരു ബാങ്ക് തന്നെ അങ്ങ് തുറന്നു. അന്ന് K. മുരളീധരൻ പറഞ്ഞത് BJPക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയി തുടങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങുകയല്ല ചെയ്തത്, ഒരു ബാങ്ക് തന്നെ തുടങ്ങുന്ന ഒരു ശ്രമത്തിലായിരുന്നു ശ്രീ VV രാജേഷും അദ്ദേഹത്തിൻ്റെ ടീമും. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പോലുള്ള ഒരു കോർപ്പറേറ്റ് മാനേജറുടെയും കൂടെ ഒരു കുറവ് BJPക്ക് കേരളത്തിലുണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് മേയർ എന്ന ഒരു കസേര തിരുവനന്തപുരത്ത് കിട്ടേണ്ടി വന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള K. മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവരുടെ നഗരപിതാവായിട്ടൊരു BJPക്കാരൻ വന്ന സ്ഥിതിക്ക് K. മുരളീധരൻ ഇനി തിരുവനന്തപുരത്ത് നിന്ന് താമസം മാറ്റുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കാര്യങ്ങളിലേക്ക് വരാം. ഈ 40 വർഷത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതല്ലാതെ 50 വർഷത്തോളം CPM ഭരിച്ച ഒരുപാട് വാർഡുകളുമുണ്ട് തിരുവനന്തപുരത്ത് തുടർച്ചയായിട്ട്. അതായത് മറ്റൊരു പാർട്ടിക്ക് ഇന്ന് വരെയും കൈമാറ്റം ചെയ്യാത്ത വാർഡുകൾ പോലും തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ശ്രീ VV രാജേഷിനുള്ളത് ഒരു വലിയ ദൗത്യമാണ് ഈ തിരുവനന്തപുരം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിരത്തുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, തിരുവനന്തപുരം നഗരസഭ നല്ലവണ്ണം ഒന്ന് കുളിപ്പിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. കാര്യം ഈ 40 വർഷത്തെ അഴുക്ക് പുരണ്ട് ഇത് ഒരു 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 വൃത്തികെട്ട ഒരു സംവിധാനമായിട്ട് തിരുവനന്തപുരം മാറി. തിരുവനന്തപുരത്ത് കണ്ണായ പ്രദേശങ്ങൾ പലയിടത്തും BJPയുടെ ഓഫീസുകളായി. റോഡിനോട് ചേർന്ന് BJPയുടെ അല്ല CPMൻ്റെ ഓഫീസുകൾ റോഡിനോട് ചേർന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ പാതയോരങ്ങൾ കാൽനടക്കാർക്കുള്ള പാതയോരങ്ങൾ കംപ്ലീറ്റ് കയ്യേറി അവർ ഫ്ലെക്സും ബോർഡും, ആ ഫ്ലെക്സ് കുറച്ച് ദിവസം കഴിയുമ്പം പാർട്ടി ഓഫീസായിട്ട് മാറുന്ന ഒരവസരം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന പുത്തരിക്കണ്ടം പാർക്ക് ശ്രീ K. നയനാരുടെ പേരിൽ തീരെഴുതി കൊടുത്തു. നിയമസഭയുടെ ഫ്രണ്ട് EMSൻ്റെ പേരിൽ തീരെഴുതി കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത വലിയ നേതാക്കളുടെ പേരിലാണ് തിരുവനന്തപുരത്തിൻ്റെ പല കണ്ണായ ഭാഗങ്ങളും അറിയപ്പെടുന്നത്. ഇതൊക്കെ ഈ ശ്രീലേഖ തുടങ്ങി വെച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഗണപതിക്ക് കുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗണപതിക്ക് കുറിച്ചത് നന്നായി. ശ്രീ VK പ്രശാന്ത് തിരുവനന്തപുരത്തിൻ്റെ ശാസ്തമംഗലം വാർഡ് വിട്ട് പൈപ്പിൻ മൂടിലേക്ക് പോയി എന്നുള്ളത് ഒരു ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇനി ശ്രീ VV രാജേഷ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന 2 കാര്യങ്ങൾക്കെന്നാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞത്.
ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടാനുള്ള വർഷങ്ങളായിട്ട് കിട്ടാനുള്ള നികുതി കുടിശ്ശികകളുണ്ട്. കെട്ടിടത്തിൻ്റെ ആയാലും വസ്തുക്കളുടെ ആയാലും നികുതികൾ വർഷങ്ങളോളമായിട്ട് പെൻഡിങ്ങാണ്. കാര്യം CPMൻ്റെ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം, കോർപ്പറേഷനിൽ മാറ്റങ്ങളൊന്നും വരാത്തിടത്തോളം കാലം മേയർ കസേരയിൽ വരുന്ന ആളുകളെ മാറിയിട്ടുള്ളൂ, ഭരണവും മാറിയിട്ടില്ല, ഈ കോർപ്പറേഷൻ യൂണിയൻ നേതാക്കളും മാറിയിട്ടില്ല. അപ്പം കോർപ്പറേഷൻ യൂണിയൻ നേതാക്കളും പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസ് തിരുവനന്തപുരത്ത് വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ വളരെ സമയം നമുക്ക് വേണ്ടിവരും. നമ്മൾ ഓർക്കുന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായി. തുടർന്ന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ സാധിക്കാതിരുന്ന കാരണം അദ്ദേഹം ഇത്തരം ക്ലീനിങ്ങിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. അതായത് വർഷങ്ങളായിട്ട്, ഈ 10-60 വർഷങ്ങളായിട്ട് കോൺഗ്രസ് നിയമിച്ച് വച്ചിരുന്ന സെക്രട്ടറിമാരായിരുന്നു എല്ലാ വകുപ്പുകളിലും ഇരുന്നത്. അദ്ദേഹം അധികാരത്തിൽ കയറി 2 പ്രാവശ്യം അധികാരത്തിൽ കയറിയിട്ടും സെക്രട്ടറി തലത്തിൽ വലിയ അഴിച്ചുപണിയൊന്നും നടന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ വളരെ ദോഷം ചെയ്തു. അത് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ, ഞാനൊരു എക്സാമ്പിൾ കുറിക്കുകയാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം സെക്രട്ടറി ലെവലിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അഴിച്ചുപണി നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രധാനപ്പെട്ട സെക്രട്ടറിമാർ ഒന്നിൽ അദ്ദേഹമായിട്ട് ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഗുജറാത്തി ഭാഷ അറിയാവുന്നവരായിരിക്കണം. അദ്ദേഹത്തിന് വളരെ പരിചിതമായ മുഖങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളിലെയും സെക്രട്ടറിമാരായിട്ട് വെച്ചത്. കാര്യം പൊളിറ്റിക്കൽ തലത്തിൽ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും കേരളത്തിലെ മാതിരിയല്ല, കേന്ദ്രത്തിൽ പൊളിറ്റിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പാക്കേണ്ടത് അവിടെ സെക്രട്ടറിമാരാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ സെക്രട്ടറിമാർ BJP ഗവൺമെൻറ്റിൻ്റെ, NDA ഗവൺമെൻറ്റിൻ്റെ മുഖം വികൃതമാക്കത്തക്ക രീതിയിലായിരുന്നു ആ സമയത്ത് പ്രവർത്തിച്ചത്. അത് ഗവൺമെൻറ്റിനൊരു തിളക്കം തുടരാൻ സാധിച്ചില്ല. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തതിന് ശേഷം ഇന്ത്യയും കോൺഗ്രസും തിളങ്ങി, അതേസമയം വാജ്പേയിയും BJPയും തിളങ്ങിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതേമാതിരി ഈ BJPക്ക് തിരുവനന്തപുരത്ത് കിട്ടിയ അധികാരം, ഞാനത് ഓർമ്മിപ്പിച്ചത്, അങ്ങനെ ഒരു പ്രസിഡൻ്റുണ്ട്. അപ്പോൾ ഈ കിട്ടിയ അധികാരം നിലനിർത്തണമെങ്കിലും അത് ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിലും കോർപ്പറേഷൻ്റെ ഭരണതലത്തിൽ വ്യക്തമായ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. കാര്യം യൂണിയൻ നേതാക്കളാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് വർഷങ്ങളായിട്ട്. CITUവിൻ്റെ യൂണിയൻ നേതാക്കളാണ്, മുനിസിപ്പൽ യൂണിയൻ സ്റ്റാഫുണ്ട്, അവരാണ് കോർപ്പറേഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, വാടക നിശ്ചയിക്കുന്നത്, പെർമിറ്റ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMൻ്റെയും CPIയുടെയും വകയായിട്ട്, അത് CPM 4 ഘട്ടം കെട്ടുമ്പോൾ CPI അനിയനല്ലേ, അപ്പോൾ 1 ഘട്ടം കെട്ടും. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് CPMൻ്റെയും CPIയുടേതുമായിട്ടുള്ള പല പേരിലുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ അതിലൊരു കാര്യം, AKG സെൻറ്ററിന് കെട്ടിടം കൊടുത്തതിനെതിരായിട്ട് ശ്രീ RS ശശികുമാർ യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടം കൊടുത്തതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ഒരു സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AKG സെൻറ്റർ പോലുള്ള കെട്ടിടങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ നികുതി കുടിശ്ശികൾ പിരിച്ചെടുക്കുക, അനധികൃതമായുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുക, അതൊരു വലിയ ദൗത്യമാണ്. അത് ഈ നമ്മുടെ ശ്രീലേഖ പറഞ്ഞ മാതിരി ഒരു മുറി ഒഴിപ്പിക്കും പോലെയൊന്നുമല്ല. ബുൾഡോസറുമായിട്ട് ചിലപ്പോൾ VV രാജേഷ് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസരം നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ, ഇതിനേക്കാളുമൊക്കെ വളരെ ആശാസ്യമായ ഒരു കാര്യം, കേരളം നമ്പർ 1 ഒരു കാര്യത്തിലൂടെ ആരോഗ്യരംഗത്ത്. കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമത് കേരളമാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും ക്യാൻസർ കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമാണ് ഭക്ഷണത്തിൽ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണാറുണ്ട്, ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഷബാധം കാരണം ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, പിന്നെ 1-2 പേര് മരിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ ഒരു 4-5 ദിവസം ഒരു ഹോട്ടലുകളിൽ ഒരു റെയ്ഡൊക്കെ നടക്കും. അത് കഴിഞ്ഞോടെ പിന്നീട് അവരെല്ലാം ശാന്തമാവും. അങ്ങനെയല്ല വേണ്ടത്. കോർപ്പറേഷനുകളിൽ ഹെൽത്ത് സ്ക്വാഡ് എന്ന് പറയുന്ന കുറച്ച് പേര് തിന്ന് അവരെ ഹെൽത്തൊക്കെ നന്നാക്കി ചുമ്മാ ഇരിക്കുന്ന കുറേ അണ്ണന്മാരവിടെ ഉണ്ട്. ഇവരെയൊക്കെ ഒന്ന് വെളിയിലിറക്കി ഈ ഹോട്ടലുകൾ, ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശുപത്രികളിലോട്ട് പോകേണ്ടി വരുന്നത് ഹോട്ടൽ ഫുഡിൻ്റെ കാരണമാണ്. അപ്പം ഹോട്ടലുകളിൽ വിശദമായിട്ടുള്ള പരിശോധന വളരെ റെഗുലർ ഇൻ്റർവെൽസിൽ നടത്തിയാലേ തിരുവനന്തപുരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ. ശ്രീ VV രാജേഷിനെ പോലുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇപ്പോൾ VV രാജേഷിനെ ഭരിക്കാൻ അറിയാമായിരിക്കും, കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് മേയർ ആകുന്നത്. ഒരു അധികാര സ്ഥാനത്തേക്ക്, ഒരു എക്സിക്യൂട്ടീവ് തലത്തിലേക്ക്, ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. തിരുവനന്തപുരം BJPയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു, അത് ശരിയാണ്, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഇത് നഗരസഭയാണ്.
ഏത് ജീവനക്കാരെ കൊണ്ട് മാറ്റി പ്രതിഷ്ഠിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? കാരണം നഗരസഭയിൽ ഏറ്റവും കൂടുതലുള്ളത് KMSRA, പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഉണ്ട്, UDFൻ്റെ അസോസിയേഷൻ ഉണ്ട്. അപ്പം നഗരസഭയിലെ ജീവനക്കാർക്ക് ഈ 3 പിന്നെയുള്ള NGO സംഘം എന്നൊക്കെ വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ അവരിൽ തന്ത്രപ്രധാനമായ പോസ്റ്റുകൾ കൊണ്ടിരുത്താൻ പറ്റിയ അല്ലെങ്കിൽ ഒന്നുകിൽ ഹെൽത്തിൻ്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ, അല്ലെങ്കിൽ മറ്റ് നഗരത്തിൻ്റെ വികസന സമിതിയുടെ ചുമതല വഹിക്കുന്നത്, അങ്ങനെ കൊണ്ടിരുത്താൻ പറ്റിയവർ മറ്റ് ജില്ലകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലും സെക്രട്ടറി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് IAS കാരനാണ് സെക്രട്ടറി ട്രാൻസ്ഫർ ചെയ്ത് പല നഗരസഭ സെക്രട്ടറിമാരും മാറി വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇപ്പം ഉത്തരവാദിത്തങ്ങൾ മാറ്റാമല്ലോ. ഇപ്പം 10 വർഷമായിട്ട് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളെ ടാക്സിലോട്ട് മാറ്റാമല്ലോ. അതും മാറ്റാം. അതും പക്ഷേ മാറ്റുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുക. കാരണം ഒരു നഗരസഭയ്ക്കൊരു ഭരണക്രമമുണ്ട്, ഒരു സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിനിയിപ്പം അവരെ പിടിച്ച് പെട്ടെന്ന് NGO സംഘിൽ ചേർക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവർ ഇത്രയും കാലം ഉദ്യോഗസ്ഥരെ നമ്മൾ പാർട്ടി നോക്കിയ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നോ നിയമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ജോലിയാണ് കൗൺസിലർമാർക്കും കോർപ്പറേഷൻ മേയർക്കും ഉള്ളത്. അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കിയാൽ മാത്രം മതി. വീഴ്ചകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റെയ്ഡുകൾ മറ്റു കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടല്ലോ. കാരണം ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇപ്പോഴും BJP കൗൺസിലറുടെ ഇല്ല. കാരണം ഇന്നലെ തന്നെ R. ശ്രീലേഖയുടെ വോട്ട് സ്ഥിരം അധ്യക്ഷ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ R. ശ്രീലേഖയുടെ വോട്ട് ബാലറ്റ് പേപ്പർ ഒപ്പിടാത്തതുകൊണ്ട് അസാധുവായി എന്ന വാർത്ത പുറത്തു വന്നു. കാരണം അത്രത്തോളം അശ്രദ്ധമായിട്ടാണ് അവർ ഇപ്പോഴും കാര്യങ്ങളിങ്ങനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ഈ മാധ്യമങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഊതിപ്പെരിപ്പിക്കാനും ഈ ഇടങ്കോലിടാനും ഒക്കെ ശ്രമിക്കുന്നതാണ്. അതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കണ്ട. ഈ സ്ഥിരം സമിതികളിലേക്കുള്ള ഇലക്ഷനിലൊരു ബാലറ്റ് പേപ്പർ ബ്ലാങ്കായി പോയി, ഒപ്പിടാൻ വിട്ടുപോയി, അതൊക്കെ തിരക്കിനിടയ്ക്കും അവരൊക്കെ പുതിയ അഡ്മിനിസ്ട്രേഷനിൽ വന്നവരാണ്. അവർ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് പരിചയമുള്ള ആളാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ BJPക്ക് പരിചയസമ്പന്നരായ ധാരാളം കൗൺസിലർമാർ ഈ കൗൺസിലിൽ തന്നെ ഉണ്ട്. 3-4 പ്രാവശ്യം കൗൺസിലർമാരായ ആൾക്കാർ എന്തായാലും ഭരണസമിതിയിലുണ്ട്. അവരുടെയൊക്കെ ഒരു ടീം വർക്കാണ്. സംഘമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംഘത്തിൻ്റേതായ ഒരു ടീം വർക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശകരെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേയർ എന്നുള്ള രീതിയിൽ കിട്ടാവുന്ന റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. നഗരവികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്ന് നേടിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലവത്താവുമെന്നും എത്ര കാലം നീണ്ടുപോകുമെന്നും അറിയത്തില്ല. കാര്യം ഗവൺമെൻറ് അടുത്ത 3 മാസത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് മാറുകയാണ്. അപ്പോൾ നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാനും മാതൃകാ നഗരമായിട്ട് തിരുവനന്തപുരത്തിനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം. മുമ്പ് ഒരു മാതൃകാ നഗരമായിരുന്നു. ഒരു 40 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരമായിരുന്നു. അത് CPM വന്നതോടെയാണ് അത് മാലിന്യ കൂമ്പാരമായത്. അതിനി മാറി പുതിയ കാര്യങ്ങളിലോട്ട് വരുമെന്നും ഇനി അടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒത്തിരി കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. വളരെ പൗരാണികമായ നമ്മളെ ഹെറിറ്റേജ് ബിൽഡിങ്സാണ്. അതിനെയൊക്കെ നശിപ്പിച്ച് അതിൻ്റെയൊക്കെ റോൾ മോഡൽ, അതിൻ്റെയൊക്കെ മോഡലുകൾ വേറെ ഉണ്ടാക്കി. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈൻ ആർട്സ് കോളേജിൻ്റെ കെട്ടിടം, PMGയുടെ കെട്ടിടം, ഈ കെട്ടിടങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ സംസ്കൃത കോളേജ് ഇരിക്കുന്ന കെട്ടിടം, അത് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ അതിനെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ നഗരഹൃദയത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കുകയും ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കുകയും ഇതിൽ പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കേണ്ട കെട്ടിടങ്ങൾ, 150 വർഷത്തിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കേണ്ട കെട്ടിടങ്ങളാണ്. പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കേണ്ട കെട്ടിടങ്ങൾ പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടായിട്ടും ഒറ്റയ്ക്കുമൊക്കെ ശ്രീ VV രാജേഷിന് ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളിലോട്ട് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നെ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അത് BJPയുടെ ഒരു സ്ഥിരം കോർപ്പറേഷനായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം.